ഹലോ, ഇന്ന് നമുക്കൊരു ഡിഫറെൻ്റ് എപ്പിസോഡ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ സ്റ്റുഡിയോ ആണേ. സാധാരണ ഞാൻ സ്റ്റുഡിയോയിൽ വരുമ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഒരു വലിയ പെട്ടി കാണും. പെട്ടിയിൽ കുറേ തുണികൾ, ഷൂസ്, ഹെയറിന് ചെയ്യാനുള്ളത്, മേക്കപ്പ് ഐറ്റംസ്. അപ്പോൾ ഇന്ന് എൻ്റെ ബാഗിൽ ഈ ബാഗ് നിറച്ചും എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഈ തവണ ഒരു മേക്കപ്പ് സ്പെഷ്യൽ സംഭവം ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡിയോയുടെ ലിവിങ് സ്പേസ് ആണ്. എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന ഏരിയ ആണ്, വർക്ക് സ്പേസ് ആണ്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്തു തരാം. നമ്മുടെ സ്റ്റുഡിയോ എങ്ങനെയാണ് ഇരിക്കുന്നതും ഇതിനകത്ത് എന്തൊക്കെ സ്പേസസ് ഉണ്ടെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ ഇന്ന് നമുക്ക് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എന്തൊക്കെയാണെന്നും അതിനകത്ത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതും, കാരണം ഞാൻ തന്നെയാണ് മേക്കപ്പ് എന്നും ചെയ്യുന്നത്. കുറേ വർഷങ്ങളായില്ലേ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ കുട്ടി മേക്കപ്പ് റൂം. അത്യാവശ്യം ആര് വന്നാലും മേക്കപ്പ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നല്ലൊരു ടേബിൾ, ഫുൾ ലൈറ്റ്സ്, പിന്നെ ഒരു കബേർഡ്, പിന്നെ നമുക്ക് ഇസ്തിരി ചെയ്യാനുള്ള തുണിയൊക്കെ ഇസ്തിരി ചെയ്യാനുള്ള ഒരിടം, വാഷ്റൂം പുറകിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചേഞ്ചിങ് റൂം കം മേക്കപ്പ് റൂമാണ് നമ്മുടെ സ്റ്റുഡിയോയിലെ ചിന്ന മേക്കപ്പ് റൂം. എൻ്റെ ഫേവറേറ്റ് സ്പേസ് ആണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പൊതുവേ ഷൂട്ടിന് മുമ്പൊന്ന് കാം ഡൗൺ ചെയ്യുന്നതും കോൺസെൻട്രേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്യുന്നതും. എന്നെ അൺബൈൻഡിങ് സ്പേസും ഒക്കെ എൻ്റെ മേക്കപ്പ് റൂമാണ്. എൻ്റെ ഫേവറേറ്റ് സ്പേസ് ഇൻ ദ സ്റ്റുഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ബാഗ്. ഇൻഫാക്റ്റ് ഇത് മേക്കപ്പ് ബാഗ് അല്ല, എനിക്ക് സ്പോട്ടിഫൈ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബാഗാണിത്. കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് അവർ അയച്ചു കൊടുത്ത ബാഗാണ്. എനിക്കൊരു പ്രസൻറ്റ് സർപ്രൈസ് ആയിരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. അതിനകത്ത് ലാപ്ടോപ്പും ഒക്കെ വരും. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ മേക്കപ്പ് ഐറ്റംസാണ് ഞാൻ നിറച്ചിരിക്കുന്നത്. സോ ഞാനെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ബാഗ്സിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ തീരെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ശരിക്കും ഞാൻ പ്രൊഡ്യൂസർ ആയിരുന്നില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്തിനാ മേക്കപ്പ്. അപ്പോൾ കൂടി വന്ന ഒരു ലിപ്സ്റ്റിക്കോ ഒരു കാജൽ, അതിനപ്പുറം ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യമായിട്ട് ഫുൾ മേക്കപ്പ് ഇട്ടിട്ടിരുന്നതും നമ്മുടെ സ്റ്റാർ ന്യൂസിൽ ആങ്കേഴ്സിനൊക്കെ ഗ്രൂം ചെയ്യാൻ ഒരിടത്ത് വിടും. അപ്പോൾ അവിടെ മുടിയൊക്കെ വെട്ടിത്തരും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് ട്രയൽ ചെയ്യാൻ വേണ്ടി എൻ്റെ ഹെയറൊക്കെ അപ്പോൾ കട്ട് ചെയ്തിരുന്നു. എന്നിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടി ഫുൾ മേക്കപ്പ് ഇട്ടിരുന്നു. അത് 1 മണിക്കൂറാണ് അവിടെ മേക്കപ്പ് ചെയ്യുന്നത്. അതായത് എൻ്റെ ബുള്ളറ്റിൻ രാവിലെ 6 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനൊരു 3:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ വണ്ടി ഉണ്ടാവും പിക്കപ്പിന്. ഒരു 4-4:15 ആകുമ്പോൾ സ്റ്റുഡിയോയിലെത്തും. സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ മേക്കപ്പ് റൂമിലേക്കാണ് പോകുന്നത്. അവിടെ 1 മണിക്കൂറാണ് അവർ സമയമെടുത്തിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്, മേക്കപ്പും ഹെയറും ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ മേക്കപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ എൻ്റെ മുഖത്ത് കാണുന്നത്. ആൻഡ് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ് അത് ചെയ്യുന്നത്. ആഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും അവരുടെ മേക്കപ്പ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ തവണ ഇതുപോലെ ഒരു ട്രയൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോൾ എന്നെ തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഡിഫറൻസാണ് അവർ ചെയ്യുന്ന മേക്കപ്പിൽ. അപ്പോൾ ഞാൻ അന്ന് ഇവർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇതെങ്ങനെയാണ്. എനിക്കറിയാം ഒരു ഭയ്യ, അവിടുത്തെ ചേട്ടൻ്റെ പേര് മഹാദേവ് ആയിരുന്നു. മഹാദേവ് ഭയ്യ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുകയായിരുന്നു. അത് ഭയങ്കര ഒരു ആർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ലെയർ ഓഫ് ഫൗണ്ടേഷനോ അങ്ങനെ ഒന്ന് ചെയ്ത് നമ്മളൊന്ന് ഒരു ഭംഗിപ്പെടുത്തൽ മാത്രമല്ല, അതിലൊരു ആർട്ടുണ്ട്. കാരണം ഒരു ഫേസിലെ സ്ട്രക്ചറൽ ഫ്ലോസ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കാനും എല്ലാ രീതിയിലും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു മേക്കപ്പിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെറുതായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയതും മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ പഠിച്ചു തുടങ്ങിയത്. അത് ഇന്നും ആ പഠനം കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാ തവണ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ഐറ്റംസ് മേക്കപ്പിൻ്റെ കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ പൗച്ച് ഫോർ ദ ബ്രഷ് ആൻഡ് ദീസ് ആർ ദ ഫേസ് മേക്കപ്പിനുള്ള സാധനങ്ങൾ. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എവിടെ പോയാലും ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടേ പോകാറുള്ളൂ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് ലിപ്സ്റ്റിക്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മൂഡ് ഡൗൺ ആണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നടക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഇത്രയും ലോ മൂഡിലാണ്, ഞാൻ പെപ്പപ്പ് ചെയ്യാൻ വേണ്ടി ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ അത്രയ്ക്കും ലിപ്സ്റ്റിക്ക് ഭ്രാന്നുള്ള ഒരാളാണ് ഞാൻ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് ബേസിക്കലി ഓൾ ഐ മേക്കപ്പ്, മസ്കാര, ഐലൈനർ, കാജൽ, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. സോ ദീസ് ആർ മൈ ബേസിക് സ്റ്റഫ് ടു ഇൻഫാക്ട് എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ, ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾ ഐ നീഡ്. ഇതിനപ്പുറം പോകേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യമൊക്കെ മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ഇത് ശരിയാവുന്നില്ല, സെറ്റാവുന്നില്ല, കുറേ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ തോന്നുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരനെ വിളിച്ചു, ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്നെ മേക്കപ്പിലല്ല കാര്യം, സ്കിൻ കെയറിലാണ് കാര്യം. നമ്മൾ സ്കിന്ന് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മേക്കപ്പ് മതി. അപ്പം അന്ന് മുതലാണ് ശരിക്കും ഞാൻ സ്കിൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്.
മോയ്സ്ചറൈസ് ചെയ്യും, സൺസ്ക്രീൻ ചെയ്യും, പിന്നെ ക്ലെൻസിങ്, അതെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിന് ശേഷമാണ്. അപ്പോൾ അതിന് മുമ്പൊക്കെ എൻ്റെ സ്കിന്നിൽ ഒത്തിരി ഡിസ്കളറേഷനും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കുറഞ്ഞത് അതിന് ശേഷമാണ്. സോ മേക്കപ്പ് നമുക്ക് മിനിമൽ മതി ഇഫ് യു ടേക്ക് കെയർ ഓഫ് സ്കിൻ വെരി വെൽ. അപ്പോൾ ഇതാണ് എൻ്റെ എൻറ്റയർ മേക്കപ്പ് കളക്ഷൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു സാമ്പിൾ മേക്കപ്പ് ചെയ്തു തരാം. പെർഫെക്റ്റ് ആണെന്നില്ല, പക്ഷേ നമുക്കൊന്നൊരു ബേസിക് ഐഡിയയ്ക്ക് വേണ്ടി നമുക്കൊരു മേക്കപ്പ് ചെയ്യാം. എൻ്റെ കയ്യിൽ ആ ഹെയർ ക്ലിപ്പില്ലേ, ഈ നമ്മൾ ഈ മുടി ഹെയർ ബാൻഡ് പോലത്തെ അതില്ല. സാധാരണ ഞാൻ ഇങ്ങനെ അങ്ങ് ടൈപ്പ് ചെയ്യുകയാണ് പതിവ്. സോ ഞാനൊരു ആഡ് ഷൂട്ടിന് പോയായിരുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസ്. ആ ആഡ് ഷൂട്ടിന് പോയപ്പോൾ ഞാൻ ബ്ലീച്ച് ഇട്ടിട്ടാണ് സാധാരണ പോവുക. അപ്പോൾ അവർ പറഞ്ഞു ബ്ലീച്ച് ചെയ്താലൊന്നും പറ്റില്ല, മേക്കപ്പ് കറക്റ്റ് ആവില്ല. അപ്പോൾ എനിക്കൊന്ന് പ്രബിനാന്ന് തോന്നുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്, പുള്ളിക്കാരൻ ഒരു ഫേസ് റേസർ കൊണ്ടുവന്നു. ഞാൻ ആദ്യമായിട്ടാണ് റേസർ ഉപയോഗിക്കുന്നത് എൻ്റെ ഫേസിൽ. അത് ഈയിടയ്ക്ക് നടന്ന സംഭവം. അപ്പോൾ ഫേസ് റേസർ ഉപയോഗിച്ചിട്ട് എൻ്റെ ഫൈൻ ഹെയർ എല്ലാം പുള്ളി റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി മേക്കപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കയ്യിലൊരു ഫേസ് റേസർ വയ്ക്കും. എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു റേസർ ഇരിക്കുന്നത് നല്ലത്. അപ്പോൾ ഒരു ഫേസ് റേസർ ഉണ്ട്. പിന്നെ കത്രികയാണ്. നമ്മുടെ ഐബ്രോസ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് ട്രിം ചെയ്യാനൊരു കത്രിക കൈ വെച്ചിരിക്കും. ഇതൊക്കെയല്ലേ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയൊരു കാര്യം, മേക്കപ്പിൻ്റെ സംഭവങ്ങൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ മേക്കപ്പ് തുടങ്ങിയ സമയത്ത് ക്രയോലാൻ്റെ സ്റ്റിക്ക് വരുമല്ലോ, ഫൗണ്ടേഷൻ ആയിരുന്നു, സ്റ്റിക്കായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എനിക്കൊന്ന് ചിലപ്പം വല്ല ഡാൻസിനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ടെലിവിഷൻ ഷോസ് അങ്ങനെ വല്ല ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം മോസ്റ്റ്ലി എല്ലാവരും ഇപ്പോൾ ലിക്വിഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഈ പ്രൈമേഴ്സൊക്കെ പുതിയ സംഭവങ്ങളാണ്. നമ്മൾ പണ്ടൊന്നും പ്രൈമേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നത് നമ്മൾ നല്ലോണം ഫൗണ്ടേഷൻ ചെയ്യണം എന്നാണ്. ഫൗണ്ടേഷൻ അല്ല, മോയ്സ്ചറൈസ് ചെയ്യണം എന്ന്. അപ്പോൾ എൻ്റെ സ്കിന്നിപ്പം മെച്യൂർ സ്കിൻ ആയതുകൊണ്ട് നമുക്കൊരു 10-35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലോണം ശ്രദ്ധിക്കണം. മോയ്സ്ചറൈസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൈമറാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓയിൽ കൺട്രോൾ പ്രൈമറാണ്. ഈ പ്രൈമർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഫേസിൻ്റെ ആ പോർട്സൊക്കെ ഒന്ന് ഈവൻ ആക്കി, അൺഈവൻ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഈവൻ ആക്കി കൊടുക്കും. അപ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ അത് ഇത് നല്ല ഈസിലി ലാച്ച് ഓൺ ചെയ്യും, അത് പെട്ടെന്ന് ഇളകില്ല. അപ്പോൾ ഇത് ഒരു ഓയിൽ കൺട്രോൾ പ്രൈമറാണ്. ഇതൊന്നും ഞാൻ പണ്ടൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല, ഇതൊക്കെ പുതിയ പരിപാടികളാണ്. അപ്പോൾ എല്ലാ തവണയും നമ്മളിങ്ങനെ ഓരോ റീല് കാണുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അത് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വർക്കാവും. വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത് അങ്ങനെ തന്നെ ഇൻടാക്റ്റ് വയ്ക്കുകയും ചെയ്യുക പതിവ്. ശരിക്കും നല്ല സ്കിൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഐറ്റംസ് മതി. പക്ഷേ എൻ്റെ സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അൺഈവൻനെസ് ഉണ്ട്, കളർ ഡിസ്കളറേഷൻസ് ഉണ്ട്, അണ്ടർ ഐ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് യു നീഡ് സർട്ടൻ തിങ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കറക്റ്റർ. അപ്പോൾ ഈ കറക്റ്റർ, ഇത് എൻ്റെ ഓറഞ്ച് കറക്റ്ററാണ്. അങ്ങനെ പലതരത്തിലുള്ള കളർ കറക്റ്റേഴ്സ് ഉണ്ട്. കറക്റ്റേഴ്സ് ബേസിക്കലി നമ്മുടെ ഈ ഗ്രേഷ്നെസ് മാറ്റാനുള്ള സംഭവമാണ്. അപ്പോൾ അണ്ടർ ഐ നമ്മളൊന്ന് ചെറുതായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ് നമ്മൾ വളരെ മിനിമലായിട്ട് യൂസ് ചെയ്യുക. കുറേ യൂസ് ചെയ്യണ്ട, നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, പക്ഷേ ഇട്ട് കഴിഞ്ഞിട്ടത് കുറയ്ക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഫേസിൽ ഇതൊക്കെ അടിച്ചിടും. ഇത് ഞാൻ പ്രോപ്പർലി അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ടു ഷോ യു. എന്നിട്ട് എൻ്റെ കയ്യിലൊരു ബ്രഷ് ഉണ്ട് വിച്ച് ഈസ് ഫോർ കറക്റ്റ്. ആ ബ്രഷ് ഇട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ ഫസ്റ്റ് ഗോസ് ദ കറക്റ്റർ ആഫ്റ്റർ ദ പ്രൈമർ. ആൻഡ് ഐ ഹാവ് ഗോട്ട് ലൈക്ക് 2-3 കളേഴ്സിലുള്ള കൺസീലേഴ്സ് ഉണ്ട്. സോ എൻ്റെ കയ്യിൽ മേബിലിൻ്റെ ഉണ്ട്, ലോറിയലിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് മേബിലിൻ 50 ആണ് കൺസീലർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും സ്കിന്നിലെ അൺഈവൻനെസ് ആയിട്ടും കളർ ഡിഫറൻസ് ഉള്ളതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ആൻഡ് ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ഡാർക്കർ കൺസീലർ. ലൈറ്റർ കൺസീലേഴ്സും ഉണ്ട്. അപ്പോൾ ലൈറ്റർ കൺസീലേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവും. ബിക്കോസ് ഇറ്റ്സ് ഡാർക്ക് സ്കിൻ, ഞാൻ ഒരു ഷെയ്ഡ് ഡാർക്കായിട്ടുള്ള കൺസീലറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. യു അപ്ലൈഡ് കുറച്ച് മതി, അധികം ഇട്ടിട്ട് ഈ നമ്മൾ സാധാരണ ഈ റീലിലൊക്കെ കാണുന്ന മാതിരി ഒന്നും നമുക്ക് ശരിക്കും റിയൽ ലൈഫിൽ എൻ്റെ ആവശ്യമില്ല. സോ ദിസ് ഈസ് ലൈക്ക് എ ഫ്ലാറ്റ് ബ്രഷ്, ഭയങ്കര സോഫ്റ്റാണിത്. ഇതിട്ടിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺസീലർ അവിടെ അങ്ങ് സെറ്റാവും. ഞാൻ ഹാപ്പിനെസ് പ്രോജക്റ്റ് ചെയ്തിരുന്ന സമയത്തും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു.
രജിഷയായിരുന്നു ആൻഡ് ഷി വാസ് വെരി ഗുഡ്. അപ്പോൾ ഞാൻ രജിഷയുടെ നിന്നും കുറേ പഠിച്ചിട്ടുണ്ട്. ബ്രാൻഡ്സൊക്കെ അന്നൊക്കെ ബോബി ബ്രൗണും ഒക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഹ്യൂഡ ബ്യൂട്ടിയൊക്കെ. അപ്പോൾ അതെല്ലാം രജിഷയുടെ കയ്യിൽ കാണും. അപ്പോൾ രജിഷ എനിക്ക് കുറേ മേക്കപ്പ് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരോ മേക്കപ്പ് ആർട്ടിസ്റ്റിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. സോ ഏകദേശം നമ്മൾ കൺസീലർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് എല്ലായിടത്തും യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തൊക്കെ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ മതി. എൻ്റെ കയ്യിലുള്ളത് ബോബി ബ്രൗണിൻ്റെ ഫൗണ്ടേഷനാണ്. ഞാൻ ഈയിടയ്ക്കാണ് ബോബി ബ്രൗൺ ഉപയോഗിച്ച് തുടങ്ങി. ഇതിന് മുമ്പ് ടു ഫേസ്ഡ് ഫൗണ്ടേഷനായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പിടിക്കും രസത്തിന്. അപ്പോൾ ഈ ബോബി ബ്രൗൺ വർക്ക്സ് വെരി വെൽ ഫോർ മീ. അതിന് മുമ്പ് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ആയിരുന്നു. ഈ ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ ഞാൻ പലപ്പോഴും കയ്യിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഐ ഡാബ് ഇറ്റ് ഓൾ ഓവർ മൈ ഫേസ് ഈവനായിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ബ്രഷിലേക്ക് ഇതിന്ന് എടുത്ത് പരട്ടിയിട്ട് ഐ ജസ്റ്റ് അപ്ലൈ ഇറ്റ് സ്ട്രേറ്റ് ഓൺ ടു ദ ഫേസ്. അധികം തിക്കായിട്ടല്ല, അത് നമുക്ക് തിക്കാക്കണമെങ്കിൽ നമുക്ക് പിന്നീട് തിക്കാക്കാമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ. ആൻഡ് ദെൻ ജസ്റ്റ് ടേക്ക് ദിസ് സോഫ്റ്റ് ബ്രഷ് ആൻഡ് കീപ് സ്പ്രെഡിങ് ഇറ്റ് എവറിവെയർ. സോ നമ്മുടെ ഓൾറെഡി കൺസീലർ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം കൺസീലർ നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത് മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മേളിൽ നമ്മൾ വെറുതെ ഡാബ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ബാക്കിയുള്ളിടത്ത് നമ്മൾ മൂവ് ചെയ്താലും കുഴപ്പമില്ല. സോ ഓൾമോസ്റ്റ് ഫൗണ്ടേഷനും കഴിഞ്ഞു. ആൻഡ് ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വിച്ച് ഈസ് ആക്ച്വലി ഇത് എന്താ പറയുക, സ്കൾപ്റ്റിങ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണിത്. സോ ഇത് നമ്മുടെ ഫൗണ്ടേഷനേക്കാൾ 1-2 ഷെയ്ഡ് ഡീപ്പറായിരിക്കും. സോ ദാറ്റ് നമ്മൾ മേക്കപ്പ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ നമ്മൾ പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ നെക്കിലും ചെയ്യണേ, നെക്കിൽ ചെയ്യാൻ മറക്കല്ല. ഇതിപ്പോൾ ഞാൻ വെറുതെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ നെക്കിൽ ചെയ്യാത്തത്. അതുപോലെ തന്നെ നമ്മൾ നെക്കിൽ നല്ല ഈവനായിട്ട് മേക്കപ്പ് ഫൗണ്ടേഷൻ ഇട്ട് ഈവൻ ആക്കണം, അല്ലെങ്കിൽ നെക്ക് ഒരു കളറും ഫേസ് ഒരു കളറും ആവും. ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണിത്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ഞാൻ എവിടെയോ ഒരു ഷൂട്ടിന് പോയപ്പോൾ ആരോ എന്നോട് പറഞ്ഞു മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഷൂട്ടിലിരിക്കുമ്പോൾ കുറേ ലൈറ്റ് അടിക്കുന്നതല്ലേ, അപ്പോൾ ഒരു തിക്ക് ലെയർ ഓഫ് മേക്കപ്പ് ഉള്ളത് നമ്മുടെ സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പിന്നെയും പിഗ്മെൻറ്റേഷൻ കൂടുമോ അല്ലെങ്കിൽ ടാനിങ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. സോ ഞാൻ എപ്പോഴും എന്ത് ഷൂട്ടുണ്ടെങ്കിലും ലൈറ്റ്സ് ഉപയോഗിക്കുന്നിടത്ത് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടേ പോകത്തുള്ളൂ. ബിക്കോസ് ദാറ്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് എ ബെറ്റർ കൈൻഡ് ഓഫ് എ പ്രൊട്ടക്ഷൻ ഫോർ യുവർ സ്കിൻ. സോ ദിസ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് കോണ്ടൂറിങ് സ്റ്റിക്ക്. ബേസിക്കലി ഡാർക്ക് ബ്രൗൺ ആയിരിക്കും നമ്മുടെ സ്കിൻ ടോൺ വെച്ചിട്ട്. അയ്യോ, അത് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ഓവർ ടോൺ ഉണ്ട്, അണ്ടർ ടോൺ ഉണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഈ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ വെളുത്തിട്ടിരിക്കും, അല്ലെങ്കിൽ കളറ് കറക്റ്റ് ആയിരിക്കില്ല. നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ എന്തോ ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുന്ന മാതിരി തോന്നും. അത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർ ടോണും ഈ ഫൗണ്ടേഷൻ്റെ അണ്ടർ ടോണും മാച്ച് ആവത്തുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് 3 തരത്തിലുള്ള അണ്ടർ ടോണാണ് ഉള്ളത്. ഒന്ന് വാം അണ്ടർ ടോൺ, ഒന്ന് കൂൾ അണ്ടർ ടോൺ, ഒന്ന് ന്യൂട്രൽ അണ്ടർ ടോൺ. അപ്പം ന്യൂട്രൽ അണ്ടർ ടോൺ ഞാൻ വാമിലാണ് കിടക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും അണ്ടർ ടോൺ റെക്കഗ്നൈസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കോണ്ടൂറിങ് സ്റ്റിക്ക്. ഇപ്പോൾ കോണ്ടൂറിങ് സ്റ്റിക്കിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഫുൾ ഷാഡോസൊക്കെ അങ്ങ് ഡിസപ്പിയർ ചെയ്ത് ഫ്ലാറ്റാകും. അപ്പോൾ അതിന് ഇത്തിരി ഡെപ്ത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷാഡോ ഒക്കെ ചെയ്യില്ലേ പെയിൻറ്റിങ്ങിൽ, അതുപോലെ ഡെപ്ത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോണ്ടൂറിങ് ഉപയോഗിക്കുന്നത്. കോണ്ടൂറിങ് ഇപ്പോൾ പൗഡറായിട്ട് ഉപയോഗിക്കാം. ഇവിടെ പൗഡറാണ്, ഇത് സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് കാണിച്ചു തരാം. സ്റ്റിക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈസിലി ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ജോ ഡിഫൈനായി. ഈ ജോനെ ഒന്ന് ഒരു ഷാഡോ കൊടുത്ത് നമ്മൾ ശരിയാക്കുക. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബ്രഷ് ഉണ്ട്. ഞാൻ എല്ലാം ഒപ്പിക്കൽ പരിപാടിയാണ്. എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മേക്കപ്പിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ബ്ലെൻഡിങ് ആണ്. അപ്പോൾ ഇത്തിരി ഡെപ്ത്ത് കിട്ടി. അതുപോലെ തന്നെ നോസ്. ഇപ്പം ഞാൻ എൻ്റെ നോസ് എന്ന് വെച്ചാൽ അയ്യോ എനിക്ക് വയ്യ. എനിക്ക് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇരുന്ന് പണി ചെയ്യുന്നത് എൻ്റെ നോസിലാണ്. കാരണം നോസിൻ്റെ ഷേപ്പും അതിൻ്റെ അറ്റത്തെ ഷേപ്പും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ സൂക്ഷ്മമായിട്ടിരുന്ന് ചെയ്യുന്ന പരിപാടി ഇതാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. 2 വര വരച്ചു, താഴെ ഒരു വര വരച്ചു. അതാണ് എൻ്റെ നോസ് കട്ടിങ്. ഞാൻ പണ്ട് ഡാൻസ് ചെയ്യാൻ പോകുമായിരുന്നേ. അപ്പം ഞാൻ അനിൽ സാറെന്നായിരുന്നു. അപ്പോൾ അനിൽ സാറിൻ്റെ ഒരു ട്രൂപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു 10-15ഓളം പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം അമ്പലങ്ങളിലൊക്കെ പെർഫോം ചെയ്യുമായിരുന്നു, അല്ലാതെ കോമ്പറ്റീഷനിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും മേക്കപ്പ് യൂസ് ചെയ്യുന്നത് ഡാൻസിനാണ്.
അപ്പോൾ ഡാൻസിന് ഇതുപോലെ കട്ടിങ് ചെയ്യും. നോസ് കട്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോസ് കട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇരുന്ന ഒരു മഞ്ഞ വര, അതായത് ഈ മഞ്ഞപ്പൊടിയുടെ നിറത്തിലൊരു വര ഇങ്ങനെ വരയ്ക്കും. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ വിളിക്കുന്ന ഹൈലൈറ്റർ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വര വരയ്ക്കും. എന്നിട്ട് കൺമഷി പിരിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് അങ്ങ് മായ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നീളത്തിൽ പിരിയം വരയ്ക്കും. അപ്പോൾ റിയൽ പിരിയത്തിലല്ല നമ്മുടെ ഡാൻസ് മേക്കപ്പിൻ്റെ പിരിയം ഇരിക്കുക. അതുപോലെ കണ്ണും എല്ലാ മേക്കും ഭയങ്കര എക്സാജുറേറ്റഡ് ആണ് ഡാൻസിന് ചെയ്യുമ്പോൾ. റെഡ് ലിപ്സ്റ്റിക്ക് എല്ലാം ഭയങ്കര എക്സാജുറേറ്റഡ്. കാരണം സ്റ്റേജിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും. നമ്മുടെ റിയൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സട്ടിലാണ്. ഇൻഫാക്ട് നമ്മൾ റിയൽ ഒരു വെഡിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര സട്ടിലായിട്ട് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് നോസ് കട്ടിങ്. അപ്പോൾ അത് ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല കേട്ടോ, ആ ഡിസ്ക്ലെയിമർ ഞാൻ പറയാണ്. സോ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ അത്യാവശ്യം ഒരു പ്രശ്നം ഉണ്ടായാൽ സോൾവ് ചെയ്യാൻ മാത്രം മേക്കപ്പ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിന്നെയാണ് നമ്മുടെ അടുത്ത ലെവലിലേക്ക് പോവുക. അടുത്ത ലെവലിൽ ഞാനിപ്പം ബേസിക്കലി ഒന്ന് കട്ടിങ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഞാൻ ഈ ട്രാൻസ്ലൂസൻ പൗഡർ, അതായത് നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ പൗഡർ ഉപയോഗിക്കുക. അപ്പോൾ പൗഡർ നമ്മൾ അധികം എടുക്കില്ല, ഒന്ന് വെറുതെ. ഞാൻ എപ്പോഴും ഈ കൈയുടെ ഇവിടെയാണ് എല്ലാ പരിപാടികളും ചെയ്യുക. അപ്പോൾ ഒന്ന് വെറുതെ കുറച്ച് ഡാബ് ചെയ്തെടുത്ത് ബ്രഷിൽ ഡാബ് ചെയ്ത് നമ്മൾ ഡാബ് ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഡാബ് ചെയ്യുമ്പോൾ നമ്മുടെ പോർസിലേക്ക് ഇത് പ്രസ് ആവുകയാണ്, സെറ്റ് ആവുകയാണ്. നമ്മളത് മൂവ് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഇനി റൂജ് ആൻഡ് ഹൈലൈറ്ററാണ്. സോ റൂജിന് ആദ്യം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഈ പൗഡർ കോൺടൂറിങ് പൗഡറാണ്. അപ്പോൾ അതും സെയിം ആണ്, നമ്മൾ ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ചിൻ്റെ കീഴെ. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഒരു എസിമെട്രി ഉണ്ടെങ്കിൽ, എൻ്റെ ഫേസിൽ എസിമെട്രി ഉണ്ട്. ഒരു വശം ഇത്തിലൂടെ ബ്രോഡറും ഒരു വശം ഇത്തിലൂടെ നാരോയും. അപ്പോൾ ആ എസിമെട്രി ഒക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഷൂട്ടിന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇത്തിലൂടെ സമയമെടുത്ത് പ്രിസിഷനോടെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പെട്ടെന്ന് ചെയ്യുകയാണ്, ബോറടിക്കാനും പാടില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ്. ഇനി റൂഷ്. മോസ്റ്റ്ലി നമുക്ക് പല തരത്തിൽ റൂഷ് അപ്ലൈ ചെയ്യാം. പല പോയിൻറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ പല എഫക്റ്റാണ് ഫേസിൽ. ഐ മോസ്റ്റ്ലി അപ്ലൈ ഹിയർ. എന്നിട്ട് അത് ജസ്റ്റ് ഡാബ് ഇറ്റ് ഡൗൺ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഹിയർ, ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഹൈ പോയിൻറ്റ്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഐ ജസ്റ്റ് ഡാബ് ഇറ്റ് ഡൗൺ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കളർ ഓഫ് ദ ഡ്രസ്സ്. ചില ഡ്രസ്സസ് ഭയങ്കര പ്ലെയിൻ ആണെങ്കിൽ ഞാൻ ഇത്തിലൂടെ ഒന്ന് ഹെവി ആയിട്ട് അടിക്കും, അത്രയേ ഉള്ളൂ. സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് യെസ്, ആൻഡ് നൗ ഫോർ ദ ഹൈലൈറ്റർ. ഒരു ബ്രഷൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുന്നുള്ള ഇതാണ്. സോ ജസ്റ്റ് അതൊരു ഗ്ലോ കൊടുക്കും എന്നുള്ളതാണ്. ലൈക്ക് നമ്മളെപ്പോഴും എസ്പെഷ്യലി ഏജ്ഡ് മെച്യൂർ സ്കിൻ ആകുമ്പോൾ നമുക്ക് ഡ്രൈനെസ് പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. സോ ആൻഡ് അതുപോലെ ഇത്രയും ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട് വലിയ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ ചിലപ്പോൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഫിംഗേഴ്സ് യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ ചൂട് കാരണം മേക്കപ്പ് നല്ലോണം മെൽറ്റ് ചെയ്യും, ബ്ലെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ പലപ്പോഴും ഞാൻ ബ്രഷ് പോലും യൂസ് ചെയ്യാറില്ല. ഐ ജസ്റ്റ് യൂസ് മൈ ഫിംഗേഴ്സ്. വാട്ട് എവർ ആ ഒരു സമയത്ത് എന്ത് തോന്നുന്നു അതുപോലെ അങ്ങ് ചെയ്തു പോകും. ബട്ട് ഐ തിങ്ക് ഫിംഗേഴ്സ് വർക്ക് ബെസ്റ്റ്. കാരണം നമുക്ക് നല്ലോണം അത് നമുക്ക് സെൻസേഷൻ കിട്ടുകയും ചെയ്യും. മേക്കപ്പിൻ്റെ എത്രയുണ്ട്, എത്ര വേണം, ആ കണക്ക് കറക്റ്റ് ആവും, കൂടില്ല കുറയില്ല. So always try and use fingers as much as you can. But since I have these things, I use this more often. എനിക്ക് ശീലമായി. നമുക്ക് ആ ശീലം ഇല്ലെങ്കിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇനി ഞാൻ ഇനി ഐസിലേക്കാണ് പോകുന്നത്. ഐസിൽ ഐ ഷാഡോ ഉണ്ട്, പിന്നെ ഐബ്രോസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഐബ്രോസ് ആണ്. കാരണം ആസ് യു ലൂസ് ഹെയർ, നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് പൗഡറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ഡള്ളായിട്ടിരിക്കും. അപ്പോൾ ഐബ്രോസ് ചെയ്യാതെ നിങ്ങൾ പുറത്തിറങ്ങല്ല. ദാറ്റ് ഈസ് ലൈക്ക് റിയലി നെസസറി. ഐബ്രോസിന് ഞാൻ പല രീതിയിലുമാണ് ചെയ്യുന്നത്. സോ ഐ ഹാവ് ദിസ് പവർ ബ്രോ. ഞാൻ പെട്ടെന്ന് എനിക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ ഐ യൂസ് ദിസ്. ഇറ്റ് ഈസ് റെവ്ലോൺസ്. അപ്പോൾ ഒന്ന് ഹെയർ ഒന്ന് മേളിലേക്കാക്കി ഐ ജസ്റ്റ് ഫിൽ അപ്പ് ദ ഗ്യാപ്സ്. എനിക്ക് ഈ വരച്ച് വെക്കുന്ന കാണാൻ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ചിലരിങ്ങനെ വരച്ച് വെച്ച മാതിരി ഐബ്രോസ് ചെയ്യില്ലേ, അതെനിക്കിഷ്ടമല്ല. സോ ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ആസ് നാച്ചുറൽ ആസ് പോസിബിൾ. ആൻഡ് കഴിയുന്നതും സ്ട്രോക്സ് ആണ് യൂസ് ചെയ്യുക, അല്ലാതെ വരയ്ക്കില്ല. ജസ്റ്റ് യൂസ് ലൈറ്റ് സ്ട്രോക്സ്. എൻ്റെ കയ്യിൽ ഒരു ഐ ഷാഡോ പാലറ്റേ ഉള്ളൂ. ഞാൻ ഈ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബ്ലൂവും പർപ്പിളും ഒന്നും യൂസ് ചെയ്യാറില്ല. വളരെ പ്ലെയിൻ
കൂടി വന്ന ഒരു ഗോൾഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ഐ ഷാഡോ പാലറ്റ്. ഐ ഷാഡോയിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 2-3 ബ്രഷ് വേണം, പക്ഷെ ഞാൻ ഒരു ബ്രഷ് കൊണ്ടാണ് മാനേജ് ചെയ്യുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ഞാൻ പറയാം. ഐ ഷാഡോയിൽ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ബേസ് ഐ ഷാഡോ ഉപയോഗിച്ചിട്ട്, ആൻഡ് എൻ്റെ കണ്ണ് ഇത്തിരി ഹുഡഡ് ആയതുകൊണ്ട് അതിൻ്റെ പാറ്റേൺ ഓഫ് ഐ ഷാഡോ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ഞാൻ ചെയ്യാറ്. സോ ഐ യൂസ് എ ബേസ് കളർ ഫസ്റ്റ്. ഈ ഒരു ബേസ് കളർ ഉപയോഗിച്ചു. സോ ഇതൊരു ബേസ് കളർ പോലെയാണ്. ഓക്കെ, ഇനി കണ്ണ് തുറന്ന് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കാരണം എനിക്ക് ഈ ലിഡ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്തേക്കാണ് ഇനി അടുത്ത ഡീപ്പർ കളർ ഞാൻ ഇടാൻ പോകുന്നത്. ഇതൊക്കെ ഓരോ ദിവസം ഓരോ മൂഡ് അനുസരിച്ചാണേ, പക്ഷേ ജനറലി ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ഐ ഷാഡോ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഈ സ്കിൻ ഇത്തിരി ലൂസായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത്, ഇങ്ങനെ ഐ ഷാഡോ ഇടുന്നത്. സോ ഇത്രയും നേരം കൊണ്ട് എൻ്റെ ഏകദേശം ഐ ഷാഡോ ആയിക്കഴിഞ്ഞു. ആൻഡ് ഏറ്റവും എനിക്കിഷ്ടമുള്ളത്, എനിക്ക് ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗോൾഡ് കളറൊന്ന് ചെറുതായിട്ട് അകത്ത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് വിടും. ദിസ് ഈസ് ഫൺ ആക്ച്വലി. ഐ റിയലി എൻജോയ് ഡൂയിങ് മേക്കപ്പ്. ആൻഡ് ലാസ്റ്റിൽ നമ്മുടെ ഐബ്രൗസിനെ ഒന്ന്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന മേക്കപ്പ്. ഇപ്പം മനസ്സിലായില്ലേ? ഞാൻ ഒന്ന് ടിഷ്യൂ പേപ്പറിലൊന്ന് തുടയ്ക്കും, എന്നിട്ട് അടുത്ത കളർ എടുത്തിട്ട് ഐബ്രൗസിൻ്റെ കീഴെ ഒന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഐബ്രൗ ഒന്ന് ഹൈലൈറ്റ് ആവും. പിന്നെ എന്തെങ്കിലും അങ്ങനെ മേക്കപ്പ് എക്സസ് ഉണ്ടെങ്കിൽ അത് അങ്ങ് പോവുകയും ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ചിലപ്പോൾ ഇപ്പം പാർട്ടിക്കാണെങ്കിൽ ഞാൻ ഈ ഇൻറ്റൻസ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടല്ലോ, അത് ഇത്രൂടെ യൂസ് ചെയ്യും. ഡീപ്പായിട്ടുള്ള കളേഴ്സ് ഇത്രൂടെ യൂസ് ചെയ്യും. അപ്പോൾ സ്മോക്കിംഗ് എഫക്റ്റിന് വേണ്ടിയോ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ സാധാരണ നാച്ചുറൽ മേക്കപ്പിന് ഞാൻ ഇതിനപ്പുറം പോകാറില്ല. ദിസ് ഈസ് ഓൾ ദെയർ ഇസ് ടു ഇറ്റ്. ഇത്രയും ചെയ്യേണ്ടാൽ മതി. കണ്ണിൻ്റെ കീഴെ പോകാതിരിക്കാൻ വേണ്ടി ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ ലിറ്റിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ചിലപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഇതിൻ്റെ അറ്റം കൊണ്ട് ഞാൻ വെറുതെ ഈ ഐ ഷാഡോ തന്നെ ഒന്ന് താഴേക്ക് പിടിക്കും. അപ്പോൾ കണ്ണിൻ്റെ കീഴെ ഒരു ഡെപ്തിന് വേണ്ടി. ദാറ്റ്സ് ഇറ്റ്. ഐ ഷാഡോ കഴിഞ്ഞു. ആൻഡ് ഇതിന് ശേഷമുള്ളതാണ് ഐ മേക്കപ്പ്. ഇതത്രയും പ്രിസിഷനോടെ അല്ല ചെയ്യുന്നത്, എന്നാലും ജസ്റ്റ് ഒരു ബേസിക്, നമുക്ക് പെട്ടെന്ന് ഇറങ്ങോട്ടെങ്കിലും ഓടിപ്പോണെങ്കിൽ ദിസ് ഈസ് വാട്ട് വർക്ക്സ് ഫോർ മീ. ദെൻ ഐ ജസ്റ്റ് സ്മഡ്ജ് ഇറ്റ്. ഒരു നാച്ചുറൽ ഫിനിഷിന് വേണ്ടി ഒരു ചെറുതായിട്ട് ഒരു ലൈൻ കൊടുക്കും. ചിലപ്പോൾ പണ്ടൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ കണ്ണൊക്കെ ഭയങ്കര ഹെവി ആയിട്ടായിരുന്നില്ലേ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കണ്ണ് ചെറുതാണ്. അന്നൊക്കെ ഞാനൊരു 16-17 വയസ്സൊക്കെ അപ്പം ഈ ശ്രീദേവി, നമ്മുടെ പാർവതി, ഇവരൊക്കെയല്ലേ ആക്ടേഴ്സ്. അപ്പോൾ അവരുടെയൊക്കെ വലിയ കണ്ണുകൾ, വിടർന്ന കണ്ണ്, എൻ്റെ ഈ കുട്ടി കുട്ടി കണ്ണുകൾ. അപ്പോൾ ഞാനിങ്ങനെ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് എഴുതുമായിരുന്നു. അങ്ങനെയെങ്കിലും എൻ്റെ കണ്ണ് വലുതായിട്ട് തോന്നത്തേ വെച്ചിട്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഇത്തിലൂടെ കണ്ണ് ചെറുതാക്കത്തേ ഉള്ളൂ. അവിടെ നമ്മുടെ കണ്ണ് ചെറുതാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മേക്കപ്പിൻ്റെ മെയിൻ ഇതാണെന്ന് വെച്ചാൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഇത്തിലൂടെ ശ്രദ്ധിക്കുക. നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്ന ഫീച്ചേഴ്സ് ഇത്തിലൂടെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒബ്സസ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റവരെങ്ങനെ ഇരിക്കുന്നോ, ഇവരെങ്ങനെ ഇരിക്കുന്നു. ഞാൻ കുറേ നാൾ കോംപ്ലക്സ് അടിച്ച് നടന്നിട്ടുണ്ട്, എൻ്റെ കണ്ണ് ചെറുതാണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു ടെൻഷനില്ല. ഈ ഇത്രയും പ്രായമായ പിന്നെയാണ് ഞാൻ ഇത്തിരി ഒന്നും കോൺഫിഡൻ്റ് ആയിട്ടോ. അപ്പം ഞാൻ എൻ്റെ കണ്ണ് വലുതാക്കാനോ ചെറുതാക്കാനോ ഒന്നും നോക്കാറില്ല. ഞാൻ എങ്ങനെയാണോ അത് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ഒരു കുറച്ചൊന്നും അതിനെ എംഫസൈസ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. കണ്ണിൻ്റെ ഷേപ്പ് ചെറുതാണെങ്കിൽ ചെറുതായിക്കോട്ടെ, കാജലകത്ത് എഴുതണമെങ്കിൽ എഴുതുക. അങ്ങനെ മൂഡ് അനുസരിച്ച് അങ്ങ് മേക്കപ്പ് ചെയ്യും. പക്ഷേ പഴയതുപോലെ ഒന്നും ഓവർ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കാറില്ല. എനിക്ക് മസ്കാര ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഫേസ് ഒന്ന് ഫ്രഷ് ആക്കാനും നമ്മുടെ കണ്ണൊന്ന് ഫ്രഷ് ആക്കാനും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് മസ്കാര. അത് ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല, ഞാൻ പല ബ്രാൻഡ്സിന് യൂസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദം ഹാവ് ദ സെയിം ഇഫക്റ്റ്. കാരണം നമ്മുടെ കൺപീലി അനുസരിച്ചിരിക്കുമല്ലോ അതിൻ്റെ ലെങ്തും വോളിയും ഒക്കെ. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ലോറിയലിൻ്റെയാണ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഇത് റെവ്ലോണിൻ്റെ ആണെന്ന് തോന്നുന്നു. സോ അങ്ങനെ മേബിലിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് മൈ മസ്കാര ആൻഡ് ദാറ്റ്സ് ഇറ്റ്. മൈ ബേസിക് ഐ മേക്കപ്പ് ആണ്. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലിപ്സ്, ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം ഞാൻ ഈ വലിയ ലിപ്പ് ലൈനർ ഫാൻ അല്ല. എത്രയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ കളേഴ്സ് ലിപ്പ് ലൈനറിൽ വാങ്ങിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ കൂടെ ഒരു കളറേ ഉള്ളൂ. സോ ഞാൻ ആ കളർ കാണിക്കുക. ഈ റെഡ് കളറാണ്. ആൻഡ് ലിപ്പ് ലൈനറിൽ ഏറ്റവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ അങ്ങ് വരയ്ക്കാറില്ല. ഐ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ കോർണർ ഓഫ് ദ മൗത്ത്, ഗോ ലിറ്റിൽ ഔട്ട്, ഇത്തിരി മേളിൽ കൂടിയാണ് എടുക്കുക. Similarly here,
ആൻഡ് ഐ ജസ്റ്റ് സ്പ്രെഡ് ഇറ്റ് ഔട്ട് എ ലിറ്റിൽ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് ഫില്ലിൻ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഞാൻ ഏറ്റവും അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്സിൻ്റെ ഏരിയയിലാണ്. എനിക്കൊരു മോളിൽ പോയാൽ ഒരു ലിപ്സ്റ്റിക് എടുക്കാതെ തിരിച്ചു വരാൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഒന്ന്, നമ്മളിപ്പോൾ പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ്, കടയിൽ പോകണം, മാർക്കറ്റിൽ പോകണം, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഓടുകയാണ്. അപ്പോൾ ഈ ഇത്രയും മെനക്കെട്ട് ലിപ്സ്റ്റിക് ഇടാനും ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ന്യൂഡ് ലിപ്സ്റ്റിക്സ് കുറേ ഉണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ്, മസാബ ഗുപ്തെന്ന്. പിന്നെ അങ്ങനത്തെ 1-2 കളേഴ്സ് ഉണ്ട്. ഇതങ്ങിട്ടിട്ട് ഓടും. അതല്ല, എനിക്കൊരു പാർട്ടിക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആയിരിക്കും. ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്സ് ഇല്ലേ, ഇതുപോലത്തെ. ഇത് ലോറിയലിൻ്റെ ആണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ശരിക്കും സെഫോറയുടെ കളറാണ്. ഇറ്റ്സ് റിയലി നൈസ്. അത് ഭയങ്കര ലൈറ്റാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര നമുക്ക് ലിപ്സ് ഭയങ്കര ഡ്രൈയിങ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റെഡ് ഉണ്ട്. ഞാൻ ആകെ കൂടി ഒരു തവണ ഇട്ടിട്ടുള്ളൂ. ഞാൻ റെഡിൻ്റെ ആളല്ല, പക്ഷേ ഐ ലവ് ദിസ് കളർ ആൻഡ് മേ ബി ഐ ഷുഡ് ട്രൈ ഇറ്റ് ടുഡേ ഫോർ യു, റൈറ്റ്? ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കാം. പിന്നെ ദിസ് ഇസ് എ നൈസ് ചോക്ലേറ്റ് ബ്രൗൺ. ഇത് ഷാംപോൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ഷാംപോ ലിക്വിഡ് ലിപ്സ്റ്റിക്സ്. കോസ്റ്റ്ലി അല്ല, എന്നാൽ തന്നെയും സെഫോറയുടെ ലിപ്സ്റ്റിക്സ് പോലെ തന്നെ വളരെ ലൈറ്റാണ്, ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. തിക്കാവില്ല, ഡ്രൈ ആവില്ല, ക്രാക്ക് ആവില്ല ലിപ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ 2 ലിപ്സ്റ്റിക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സെഫോറയുടെയും ഷാംപോൻ്റെ, അതുപോലെ തന്നെ ലോറിയലിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്സാണ്. ആൻഡ് ദീസ് ആർ ഓൾ ലിക്വിഡ് ലിപ്സ്റ്റിക്സ്. അപ്പം യു ക്യാൻ ആക്ച്വലി സീ ഇറ്റ്. ഈവൻ ലിക്വിഡ് ലിപ്സ്റ്റിക്സിൻ്റെ കുട്ടൻസ് ഇതാണ്. നമ്മൾ ഭയങ്കര തിന്നായിട്ട് വേണം ഇടാൻ. സോ എടുക്കുമ്പോൾ തന്നെ നല്ലോണം റിമൂവ് ചെയ്ത് ലൈറ്റായിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാൻ. സോ ദീസ് ആർ മൈ ലിക്വിഡ് ലിപ്സ്റ്റിക്സ്. ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആർ മോസ്റ്റ്ലി ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്സ് ഫോർ മീ. ഞാൻ അല്ലാതുള്ള ലോങ് സ്റ്റേ അല്ലാത്ത ലിക്വിഡ് ലിപ്സ്റ്റിക്സ് എടുക്കാറില്ല. ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ലോങ് സ്റ്റേ. അപ്പോൾ വൈകിട്ട് പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റിനോ മീറ്റിങ്ങിനോ പോകണം, നമുക്ക് കുറേ നേരം ആ ലിപ്സ്റ്റിക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്സാണ് യൂസ് ചെയ്യുക. പിന്നെ ഉള്ളത്, എനിക്ക് ഈ റേഞ്ചും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫേസസ് കാനഡയിലെ ലിപ്സ്റ്റിക്കാണ്, ട്വിസ്റ്റർ. ആൻഡ് ഇതും നോർമൽ ലിപ്സ്റ്റിക്ക് തന്നെയാണ്, പക്ഷേ ഇത്തിരി കൂടെ കൺട്രോളുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കൺട്രോളുണ്ട് ഇടാൻ. ആൻഡ് ഇറ്റ് ഈസ് വെരി നൈസ്. ഇത് നല്ലൊരു ബ്രാൻഡാണ്, ഫേസസ് കാനഡയുടെ ട്വിസ്റ്റർ ആയിട്ടുള്ള. ഐ തിങ്ക് ഇറ്റ് ഇസ് കോൾഡ് പ്രൈമർ ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഉള്ളത് എൻ്റെ കയ്യിൽ ഈ മേബലിൻ്റെ സംഭവങ്ങളാണ്, വിനൈലിങ്ക്. അത് ഒരു ഗ്ലോസ് പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ബേസിക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഇത് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങില്ല. ആ പാർട്ടിക്കാണെങ്കിൽ ഈവനിങ് വെയറിലാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുക്കും. ഭയങ്കര ഡ്രൈയിങ് ലുക്ക് ആയിരിക്കില്ല. സോ ലെറ്റ് മീ ജസ്റ്റ് ഷോ ഹൗ ഐ ഡു ദിസ്. സോ ഞാൻ ലൈറ്റായിട്ടൊന്ന് ലൈൻ ചെയ്തു. ദെൻ ലെറ്റ് മീ ടേക്ക് ദിസ് കളർ വിച്ച് ഇസ് കൈൻഡ് ഓഫ് ഗോസ് വിത്ത് ദിസ് കളർ. ഇത് രണ്ടും മാച്ചിങ് ആണ്. സോ ലെറ്റ് മീ ജസ്റ്റ് ഷോ ഇറ്റ് ടു യു. ഐ യൂസ് എ ട്വിസ്റ്റർ. So this is kind of a rust brown, orange brown color ആണ്. And this is the liquid vinyl ink. Vinyl inkും ലോങ് സ്റ്റേ ആണെന്നാണ് പറയണേ, പക്ഷേ അതിനൊരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്, ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ഡ്രൈ ആവില്ല. സോ ഐ ജസ്റ്റ് ഗീവ് ഇറ്റ് എ ലിറ്റിൽ. സോ ഇത് വിനൈൽ ഇങ്കിൻ്റെ എൻ്റെ 2-3 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ബേസ് കളർ ഇട്ടിട്ട് ഐ ജസ്റ്റ് ഗീവ് ഇറ്റ് എ ലൈറ്റ് ടച്ച് ഓൺ ടോപ്പ്. ആൻഡ് ഈ ഒരു ഗ്ലാമറസ് ലുക്കിന് ഇത് കറക്റ്റാണ്. അതുപോലെ തന്നെ സ്മോക്കി ഐസ് നമുക്ക് ചെയ്യാം. സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ ഞാൻ ലിപ്സ് ഇത്തിലൂടെ ലൈറ്റായിട്ടാണ് ചെയ്യുക. സ്മോക്കി ഐസ് ചെയ്യുന്ന കുറവാണിപ്പോൾ, കാരണം പലപ്പോഴും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണുമെല്ലാം തിരുമ്മിയാൽ അവിടെ ഇവിടെയൊക്കെ ആവും. സോ ഐ ട്രൈ ആൻഡ് അവോയ്ഡ് സ്മോക്കി ഐസ് ആസ് മച്ച് ആസ് പോസിബിൾ. സോ നമ്മുടെ ഡ്രസ്സിനനുസരിച്ച്, നമ്മുടെ കോസ്റ്റ്യൂമിനനുസരിച്ച് മേക്കപ്പ് ചേഞ്ച് ചെയ്യുക, കളേഴ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക, അതൊക്കെയാണ് മേക്കപ്പിൻ്റെ ത്രില്ല്. So how did you like my video? ഇനി എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ you leave your thoughts in the comments or write to me in the DM. നിങ്ങൾക്ക് എന്താണ് മേക്കപ്പിനെ കുറിച്ച് സ്പെസിഫിക്കലി അറിയാനുള്ളത്, ലിപ്സ്റ്റിക്കിൻ്റെ ഇത്തിരിയുടെ ഡീറ്റെയിൽസ് വേണോ, എന്താണെന്ന് വെച്ചാൽ എന്നെ എന്തായാലും നിങ്ങൾ എഴുതി അറിയിക്കുക. ആൻഡ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ആൻഡ് ദിസ് വാസ് ഫൺ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബ്രേക്ക് ദ സീരിയസ്നെസ്. എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയി ഇൻ്റർവ്യൂ ചെയ്താൽ മാത്രമേ ശരിയാവില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ഫൺ വേണ്ടേ. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഹൗ ഡു യു ലൈക്ക് മൈ മേക്കപ്പ്? പ്ലീസ് ലീവ് യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു. സീ യു സൂൺ.